ഹായ് ഡിയേഴ്സ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഫാൻ കിടക്കുന്നുണ്ട്, ചിലപ്പോൾ വോയിസിന് എന്തെങ്കിലും വേരിയേഷൻ വരാം. കാര്യമാക്കില്ല, വലിയ രീതിയിലൊന്നും ഗെറ്റ് റെഡി ചെയ്യുന്നില്ല. എനിക്ക് സിമ്പിൾ മേക്കപ്പ് ഇഷ്ടമായതുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യും. അപ്പോൾ പ്രിയ കലാസ്നേഹി, ഞാൻ ഒരുങ്ങാൻ പോവുകയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എന്തിനാണെന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അക്വയുടെ മോയ്സ്ചറൈസറാണ്. എനിക്ക് നാളെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനോടായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പം ടാറ്റ ബേബി ഫംഗ്ഷനാണ് ഈ കാണുന്നത്. മോയ്സ്ചറൈസർ ഇനി കുറച്ച് മസ്കാര, കുറച്ച് ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക്ക് അങ്ങനൊന്നുമില്ല, എനിക്ക് ലിപ്സ്റ്റിക് ആയിട്ടൊക്കെ പോകും. എന്തായാലും പറയാം, ഫേസ് സ്കാനറുടെ ലിപ്സ്റ്റിക്. ഇനി ഹൈലൈറ്റ് അക്വയുടെ ഇടുമ്പോഴേ ഇച്ചിരി നല്ല രീതിയിൽ വിയർക്കും, നല്ല രീതിയിൽ വിയർക്കുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ലതായിട്ട് അക്വ. എപ്പോഴത്തേക്കും പോലെ എൻ്റെ 3 ഡോട്ട് എൻ്റെ ഫേവറേറ്റ് ജിമിക്കയത്. ഞാനിടുന്ന എല്ലാ റീലും എല്ലാവരും ഒന്ന് ചോദിക്കും എപ്പോഴും ആ ജിമിക്കിടുന്ന കാണാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഫൈനലി കുഞ്ഞു പൊട്ട്. ദിസ് ഈസ് മൈ ഗെറ്റ് റെഡി വിത്ത് മീ. മുടി അങ്ങനെയൊന്നുമില്ല, മുടി ഞാൻ എങ്ങനെ വേണമെങ്കിലും വാരി വെച്ചിട്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി. വളരെ സിമ്പിൾ. കുട്ടിക്ക് ചെറിയ മേക്കപ്പ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടി ഇത്രയും ചെറിയ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ശേഷം നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ടാറ്റാ.